എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 9-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം 9-ാം തീയതി തിങ്കളാഴ്ച മുതൽ വീണ്ടും സജീവമാകുകയാണ്. 2026 ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഈ മാസം 3-ാം തീയതി മുതലാണ് ആരംഭിച്ചത്. ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്യേണ്ട സ്റ്റോക്കുകൾ റേഷൻ കടകളിലേക്ക് എത്തിയിട്ടുണ്ട്. നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 4 ആട്ട ഈ മാസം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. അപ്പോൾ എല്ലാ വിഹിതങ്ങളും പോയിട്ട് വാങ്ങണം. അതോടൊപ്പം തന്നെ BPL റേഷൻ കാർഡിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള സമയം ഈ മാസം 13 വെള്ളിയാഴ്ച വരെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇനിയും അർഹതയുള്ളവരെല്ലാം അപേക്ഷിക്കുന്നവർക്കെല്ലാം കിട്ടും. അർഹതയുണ്ട് എങ്കിൽ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന എല്ലാ ആളുകൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. 69,000-ഓളം ഒഴിവുണ്ട്. നീല വെള്ള റേഷൻ കാർഡിലുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കാൻ ആദ്യം ഇതുപോലെ അപേക്ഷിച്ച് പിങ്ക് റേഷൻ കാർഡ് ആക്കുക. അതിനുശേഷം ഓൺലൈനായിട്ട് അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ ഇത് പ്രകാരമുള്ള ഈ ഒരു സ്ത്രീ സുരക്ഷ 1000 രൂപ ഇവർക്കും ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ പുതുക്കിയ വില ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചെറുപയറിന് 85 രൂപ, ഉഴുന്നിന് 87 രൂപ, കടല 63 രൂപ, വൻപയർ 68 രൂപ, തൂരപ്പരിപ്പ് 83 രൂപ, മുളക് 136 രൂപ 50 പൈസ. ഇവയെല്ലാം 1 കിലോ ആണ്. മല്ലി 1/2 കിലോ 47 രൂപ 25 പൈസ. പഞ്ചസാര 1 കിലോ 34 രൂപ 65 പൈസ. വെളിച്ചെണ്ണ 1/2 ലിറ്റർ സബ്സിഡിയും 1/2 ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ചേർത്ത് 289 രൂപ 1 ലിറ്ററിന്. ജയ അരി 33 രൂപ, കുറുവ അരി 33 രൂപ, മട്ട അരി 33 രൂപ, പച്ചരി 29 രൂപ. കുറുവ, ജയ, മട്ട അരികൾ ഇവയിൽ ഇഷ്ടമുള്ള അരി 8 കിലോ 2 തവണയായിട്ട് വാങ്ങണം. 15-ാം തീയതിക്ക് മുമ്പ് 4 കിലോയും 15-ാം തീയതിക്ക് ശേഷം 4 കിലോയും. ഇങ്ങനെയാണ് സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നത്. 2 കിലോ പച്ചരിയും വാങ്ങാം. ഇതുകൂടാതെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും 25 രൂപ നിരക്കിൽ 20 കിലോ അരി സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നതാണ്. പക്ഷേ എല്ലാ സപ്ലൈകോയിലും സ്റ്റോക്കില്ലാത്തൊരവസ്ഥയുണ്ട്. സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ ഇത് ലഭിക്കുന്നതാണ്. റേഷൻ കടയിലൂടെ ലഭിക്കുന്ന അരിയാണ് ഈ 25 രൂപ നിരക്കിൽ ലഭിക്കുക. 33 രൂപ നിരക്കിൽ ലഭിക്കുന്നത് പൊതുവിപണിയിൽ ലഭിക്കുന്ന വില കൂടിയ 50 രൂപ അല്ലെങ്കിൽ 55 രൂപയൊക്കെ വില വരുന്ന അരികളാണ്. സംസ്ഥാനത്ത് വിതരണം ചെയ്യാനിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. 1000 രൂപ 35 മുതൽ 60 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ അപേക്ഷ തുടങ്ങി 2 മാസമാകുമ്പോൾ അപേക്ഷ സ്വീകരിച്ച സ്ഥിര ആളുകളുടേത് മിസ്മാച്ചിങ് കാരണം റിജക്റ്റ് ആകുന്ന പ്രശ്നമുണ്ട്. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ആളുകളുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ ഈ കാര്യം ഷെയർ ചെയ്യാൻ മറക്കരുത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുമ്പോൾ ഇതിന് സമർപ്പിക്കേണ്ട രേഖകളിൽ പൊരുത്തക്കേടുകൾ കൊണ്ടാണ് റിജക്റ്റായി കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടങ്ങാതെ എല്ലാ മാസവും 1000 രൂപ ലഭിച്ച് തുടങ്ങുന്നതിന് വേണ്ടി നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയും അപേക്ഷ നിരസിച്ചു എന്ന് കാണിക്കുന്നുണ്ട് എങ്കിൽ റിജക്റ്റിൻ്റെ റീസൺ എന്താണെന്ന് നോക്കി അത് പരിഹരിച്ച് വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടതുമാണ്. എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ ചെയ്യാം. വീണ്ടും അപേക്ഷ നൽകേണ്ടതില്ല എന്നുള്ളതാണ്. മിക്കവാറും ആളുകളുടേത് പേരുകളിലെ അല്ലെങ്കിൽ വിലാസങ്ങളിലെ പൊരുത്തക്കേടുകൾ കൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകൾ ചെറിയ പിശകുകളാണ് എങ്കിൽ, അതായത് പേരിലെ ഒരക്ഷരമോ അല്ലെങ്കിൽ വള്ളിയോ പുള്ളിയോ മാറ്റമാണോ അല്ലെങ്കിൽ വിലാസത്തിലും ഇതിൽ ഒരക്ഷരമൊക്കെ മാറിയിട്ടുണ്ട് എങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഈ അപേക്ഷയോടൊപ്പം സമർപ്പിച്ചാൽ മതി. കൂടുതൽ വ്യത്യാസം ഉണ്ട് എങ്കിൽ, അതായത് ആധാറിൽ അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റേഷൻ കാർഡിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആധാർ കാർഡ് തിരുത്തേണ്ടി വരും. പേര്, അഡ്രസ്സ് എന്നിവയിൽ ഒരക്ഷരമൊക്കെ ആയിട്ട് വ്യത്യാസം ഉള്ള ആളുകളാണ് എങ്കിൽ 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. അല്ലാത്തവർ ആദ്യം ചെയ്യേണ്ടത് എല്ലാ രേഖകളും പേര് ഒരുപോലെ ആക്കുക എന്നുള്ളതാണ്. റേഷൻ കാർഡിൽ അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റിൽ ഏത് രീതിയിലാണോ എന്നുള്ളത് പരിശോധിക്കുക.
ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് എന്നിവയിലെല്ലാം ഒരേപോലെ ആകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം കറക്റ്റാക്കിയതിന് ശേഷം വീണ്ടും അപേക്ഷ എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ നൽകിയത് അവിടെ തന്നെ പോയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക. സ്വന്തമായി കഴിയുന്ന ആളുകൾ അങ്ങനെ ചെയ്യാം, സ്വന്തമായി കഴിയുന്നവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് എവിടെ നിന്നാണോ ചെയ്തത് അവിടെ നിന്ന് തന്നെ ഈ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കെ-സ്മാർട്ടിൻ്റെ വെബ്സൈറ്റിൽ കയറി സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് ഈ ഒരു വെബ്സൈറ്റിൽ കയറേണ്ടത്. അല്ലെങ്കിൽ കെ-സ്മാർട്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും ഈ വെബ്സൈറ്റിലേക്ക് എത്താം. ഇത് തുറക്കുമ്പോൾ തന്നെ ഏറ്റവും മുകളിലുള്ള മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി 1000 രൂപയുടെ പ്രതിമാസ സഹായം എന്നുള്ള ഈ പിങ്ക് കളറിൽ കാണുന്ന മുഖ്യമന്ത്രിയുടെ ഫോട്ടോയോട് കൂടിയിട്ടുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു രീതിയിൽ കാണാം. ഇതിൽ ഉപഭോക്തൃ ID, അതായത് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID അല്ലെങ്കിൽ പാൻ കാർഡ് നമ്പർ ഇവയാണ് ചോദിക്കുന്നത്. ഇതിൽ നമ്മുടെ ഉപഭോക്തൃ ID നൽകിക്കൊണ്ട്, അതായത് മൊബൈൽ നമ്പർ നൽകിക്കൊണ്ട് ആ മൊബൈലിലേക്ക് വരുന്ന OTP, അതായത് നമ്മൾ അപേക്ഷിക്കുമ്പോൾ നൽകിയിട്ടുള്ള അതേ മൊബൈൽ നമ്പറിലേക്കാണ് ഇത് വരുന്നത്. ആ OTP എൻ്റർ ചെയ്ത് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ സ്വന്തമായിട്ട് കഴിയാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ നൽകിയത് അവിടെ തന്നെ പോയിട്ട് ഈ കാര്യം ഒന്ന് പരിശോധിക്കുക. റിജക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ റീസൺ നോക്കുക, എന്തുകൊണ്ടാണ് റിജക്റ്റ് ആയിട്ടുള്ളത് എന്ന് അതിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് എന്താണോ ആവശ്യം എന്ന് അവർ പറയും. ആ രേഖകൾ നമ്മൾ സമർപ്പിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം. 1000 രൂപ മുടങ്ങാതെ നമുക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആധാർ തിരുത്തേണ്ടി വന്നാൽ ആദ്യം ആധാർ തിരുത്തുക. ആധാർ തിരുത്തി 15 ദിവസത്തിന് ശേഷമാണ് പിന്നീട് നമുക്ക് അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, പിന്നെ ചെറിയ വ്യത്യാസങ്ങളാണ് എങ്കിൽ നമുക്ക് 1 സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതി. അതും ഒരു 2-3-4 ദിവസത്തെ താമസം ഉണ്ടാകും. 1 സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകി കോളേജ് ജോയിൻ ചെയ്താൽ മാത്രമേ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്ത് അപേക്ഷ റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കാവുന്നതാണ്. ഇനി ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ ഇത് നമുക്ക് നോക്കാൻ, സ്റ്റാറ്റസ് നോക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് അത് നോക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേഷനുകൾ വരികയാണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തിരുത്തലുകളോ മറ്റെന്തെങ്കിലും വിശദീകരണങ്ങളോ വരികയാണ് എങ്കിൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഫെബ്രുവരി മാസത്തിൽ ആദ്യത്തെ 1000 രൂപയുടെ വിതരണം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇങ്ങനെ റിജക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ആദ്യത്തെ മാസം ഈ മാസം വിതരണം നടക്കുകയാണ് എങ്കിൽ അത് ലഭിക്കുകയില്ല എന്നുള്ളതും ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതെല്ലാം പരിഹരിച്ച് വീണ്ടും സമർപ്പിച്ചാൽ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം അവർക്കും ലഭിക്കുന്നതാണ്. ചില ആളുകളുടെ പ്രശ്നം ഇതൊന്നുമല്ല, സ്ത്രീ എന്നുള്ളതിന് പകരം റേഷൻ കാർഡിൽ പുരുഷൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളത് റിജക്റ്റ് ആകുന്നുണ്ട്. അവരുടേത് അപേക്ഷ സമർപ്പിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെയുള്ളവർ ആദ്യം ചെയ്യേണ്ടത് റേഷൻ കാർഡിൽ തെറ്റുള്ള ഭാഗം തിരുത്തുക എന്നുള്ളതാണ്. അതായത് സ്ത്രീ എന്ന് രേഖപ്പെടുത്തേണ്ടതിന് പകരം പുരുഷൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് സ്ത്രീ തന്നെ ആക്കുക. അത് മാറ്റിയതിന് ശേഷം അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ചില ആളുകൾ അപേക്ഷ നൽകി ഇനിയൊന്നും നോക്കേണ്ട എന്ന് കരുതി കാത്തിരിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ളവർ റിജക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ അറിയാതെ പോവുകയാണെങ്കിൽ ഇത് വീണ്ടും സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ആദ്യത്തേക്ക് മാസത്തെ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഇത് കിട്ടാത്തത് കൊണ്ടാകും, കിട്ടാതിരിക്കുമ്പോഴാകും എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്ന് പരിശോധിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ മാസം മുതൽ തന്നെ ഈ ഒരു പ്രശ്നം ഇല്ലാതെ ഒഴിവാക്കാം എന്ന്. ഈ ആഴ്ച ഈ മാസം 12-ാം തീയതി ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവിധ തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളുമെല്ലാം പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ദേശീയ പണിമുടക്ക് നടക്കുമ്പോൾ കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ വിജയിക്കാറുള്ളത്. ഈ പണിമുടക്കും സംസ്ഥാനത്ത് അത് പൂർണ്ണമായിരിക്കും എന്നുള്ളതാണ്. സർക്കാരിൻ്റെ പിന്തുണ ഈ പണിമുടക്കുകൾക്കുണ്ട്. സംസ്ഥാനത്ത് CPM നടത്തുന്ന അല്ലെങ്കിൽ LDF നടത്തുന്ന ജാഥകൾ ഈ ദിവസം നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സമ്പൂർണ്ണമായിട്ടും നടക്കും എന്നുള്ളതാണ്. പാൽപത്രം ഹോസ്പിറ്റൽ ഒഴികെയുള്ള ഒന്നിനും ഇളവ് ലഭിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അടുത്ത വ്യാഴാഴ്ച അവധി അല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്ന അവസ്ഥയുണ്ടാകും. അവധി എന്ന് പറയാൻ പറ്റില്ല, സമരത്തിലായിരിക്കും. അന്ന് എല്ലാം പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ.